ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു പുതിയ ടോപ്പിക്കാണ്. അതിന്റെ ടോപ്പിക്കിന്റെ പേരാണ് പോളി എംബ്രിയോണി എന്നാണ് പറയാം. ആ വേർഡിൽ തന്നെ അതിന്റെ ആൻസർ ഉണ്ട്. പോളി എന്ന് പറഞ്ഞാൽ മെനി എന്നാണ് അല്ലെ. സോ പോളി എംബ്രിയോണി എന്ന് പറഞ്ഞാല് occurrence or presence of more than one embryo in a seed. ഒരു സീഡിന്റെ അകത്ത് ഒന്നിലധികം എംബ്രിയോ വരിക, അങ്ങനത്തെ കണ്ടീഷനാണ് പോളി എംബ്രിയോ എന്ന് പറയാം. സോ ഒരു സീഡിന്റെ അകത്ത് ഒരു എംബ്രിയോ വരണമെങ്കിൽ നോർമലി അങ്ങനെ വരണമെങ്കിൽ ആ ഒന്നിലധികം എംബ്രിയോ ഉണ്ടാകുന്നത് ഒരു ഓവ്യൂളിൽ നിന്നായിരിക്കും. ഒന്നുകിൽ ഓവ്യൂളിന്റെ ഇന്റഗ്യുമെന്റ്സ് എന്നാകാം, അല്ലെങ്കിൽ ഓവ്യൂളിന്റെ ന്യൂസെല്ലസ് എന്നാകാം, അല്ലെങ്കിൽ ഓവ്യൂളിന്റെ അകത്ത് നിൽക്കുന്ന എംബ്രിയോ സാക്കിലെ സിനർജിഡ് സെല്ലിൽ നിന്നോ ആന്റിപോഡൽ സെല്ലിൽ നിന്നോ എല്ലാം ആകാം. ആ ഒന്നിലധികം വരുന്ന എംബ്രിയോ, ഒരു എംബ്രിയോ എവിടെ നിന്നാ വരുന്നേ? ഒവ്യൂളിന്റെ അകത്തുള്ള എംബ്രിയോ സാക്കിന്റെ അകത്തുള്ള എഗ്ഗില് ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോഴാണ്. അപ്പൊ അതല്ലാത്ത വേറെ ഏത് ഭാഗവും ആകാം. സിനർജിഡ് സെല്ലാകാം, ആന്റിപോഡൽ സെല്ലാകാം, ന്യൂസെല്ലസ് ആകാം, അല്ലെങ്കിൽ ഇന്റഗ്യുമെന്റ്സ് ആകാം. അപ്പൊ നമുക്ക് മനസ്സിലായിണ്ടാവും പോളി എംബ്രിയോണി അല്ലെ. പ്രസൻസ് ഓഫ് മോർ ദാൻ വൺ എംബ്രിയോ ഇൻ എ സീഡ് ഈസ് നോൺ ആസ് പോളി എംബ്രിയോണി. ഇറ്റ് മേ ബി ഡ്യൂ ടു ദ presence of either antipodal cell or synergid cell or nucellus or cells of integuments. അത് ഏതും ആകാം. ഓക്കെ, ആ പോളി എംബ്രിയോണി എന്ന് പറഞ്ഞാൽ it was first noticed by Anton von Leeuwenhoek in 1719 in the seeds of orange. ഓറഞ്ചിന്റെ സീഡ്സിലാണ് ആദ്യമായിട്ട് അത് നോട്ടീസ് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് പോളി എംബ്രിയോണിയുടെ അടുത്തൊരു പോയിന്റ് കൂടി പറയാം. ഇനി ഇങ്ങനെ ഒരു സീഡിന്റെ അകത്ത് ഒന്നിലധികം എംബ്രിയോ വന്നാൽ ആ സീഡ് മുളയ്ക്കുമോ ഇല്ലേ, വെദർ ഇറ്റ് ജെർമിനേറ്റ് ഓർ നോട്ട്. അപ്പൊ അതിന് ആൻസർ, ഒന്നിലധികം എംബ്രിയോ ഒരു സീഡിന്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ തമ്മിൽ കോമ്പറ്റീഷൻ വരും. എന്തിനു വേണ്ടിയിട്ട്? ഫുഡിന് വേണ്ടിയിട്ട്. എംബ്രിയോ ഒക്കെ വലുതാകണമെങ്കിൽ ഫുഡ് വേണം. അപ്പൊ കോമ്പീറ്റ് ചെയ്യുമ്പോൾ ആരാണോ കോമ്പറ്റീഷനിൽ സക്സസ് ആകുന്നത് അയാള് ഡെവലപ്പ് ചെയ്ത് മെച്ചറായ എംബ്രിയോ ആയി മാറും. ബാക്കിയെല്ലാം സ്ലോലി ഡീജനറേറ്റ് ചെയ്ത് പോകും. അങ്ങനെ ആ സീഡിന് ജെർമിനേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അതിന്റെ ടൈപ്പ് പറയാം. ഇനി ആക്ച്വലി പോളി എംബ്രിയോണി എന്ന് പറയുന്ന പ്രോസസ്സിൽ ഒന്നിലധികം എംബ്രിയോ ഉണ്ടാകുന്നത് എംബ്രിയോസാക്കിന്റെ അകത്തുള്ള സെല്ലിൽ നിന്നാണെങ്കിൽ, അഥവാ ആന്റിപോഡൽ സെല്ലിൽ നിന്നോ സിനർജിഡ് സെല്ലിൽ നിന്നോ അല്ലെങ്കിൽ എൻഡോസ്പേം സെല്ലിൽ നിന്നൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള എംബ്രിയോക്ക് നമ്മൾ എന്തൊക്കെയാ ട്രൂ പോളി എംബ്രിയോണി എന്ന് പറയാം. ഇനി അതല്ല, ന്യൂസെല്ലസിലെ സെല്ലിൽ നിന്നോ അല്ലെങ്കിൽ ഇന്റഗ്യുമെന്റ്സിലെ സെല്ലിൽ നിന്നോ ആണ് പോളി എംബ്രിയോണി നടക്കുന്നതെങ്കിൽ അത് നമ്മൾ എന്ത് വിളിക്കും? ഫോൾസ് പോളി എംബ്രിയോണിയും വിളിക്കാറുണ്ട്. ഇനി ആന്റിപോഡൽ സെൽ നമുക്കറിയാം ഹാപ്ലോയിഡാ. അതിന് എംബ്രിയോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ എംബ്രിയോയിലെ എല്ലാ സെല്ലുകളും ഹാപ്ലോയിഡ് ആയിരിക്കും. അതുപോലെ സിനർജിഡ് സെല്ലും ഹാപ്ലോയിഡാ. അതിൽ നിന്ന് എംബ്രിയോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ എംബ്രിയോയും ഹാപ്ലോയിഡ് ആയിരിക്കും. ഇനി അതല്ല, എൻഡോസ്പേമിലെ സെല്ലിൽ നിന്നാണ് എംബ്രിയോ ഉണ്ടാവുന്നതെങ്കിലോ അതെന്തായിരിക്കും? അത് ട്രിപ്ലോയിഡ് ആണ് എൻഡോസ്പേമിലെ സെൽ. അങ്ങനത്തെ എംബ്രിയോ എന്തായിരിക്കും? ട്രിപ്ലോയിഡ് ആയിരിക്കും. ഈ നോർമൽ എംബ്രിയോ എവിടെ ഉണ്ടാവുന്നത്? സൈഗോട്ട്. അതെന്തായിരിക്കും? ഡിപ്ലോയിഡ് ആയിരിക്കും. ഇനി അതല്ല, ന്യൂസെല്ലസിൽ നിന്നോ ആന്റിപോഡൽ സെല്ലിൽ നിന്നോ ആണ് എംബ്രിയോ ഉണ്ടാകുന്നതിൽ നമുക്കറിയാം ന്യൂസെല്ലസിലെ സെല്ലും ആന്റിപോഡൽ ഇന്റഗ്യുമെന്റ്സിലെ സെല്ലുകളെല്ലാം ഡിപ്ലോയിഡ്. അതുകൊണ്ട് അവിടുന്ന് ഉണ്ടാവുന്ന എംബ്രിയോസും എന്തായിരിക്കും? ഡിപ്ലോയിഡ് ആയിരിക്കും. ഇനി ന്യൂസെല്ലസിന്റെ കേസിൽ നിന്നൊക്കെ ഉണ്ടായ എംബ്രിയോ അത് എംബ്രിയോസാക്കിനെ പുറമെയാണ് ഉണ്ടാവുക ഒറിജിനലി. പക്ഷെ അതിങ്ങനെ എംബ്രിയോ ആയി വരുമ്പോൾ അത് മെല്ലെ മെല്ലെ ഇൻട്രൂഡ് ചെയ്യും, കണ്ടോ? അല്ലെങ്കിൽ എങ്ങോട്ടേക്ക് മെല്ലെ മൂവ് ചെയ്യും. എംബ്രിയോസാക്കിന്റെ അകത്തേക്ക് ലേറ്റർ സ്റ്റേജിലാവുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് മെല്ലെ എൻ്റർ ചെയ്യുക ചെയ്യുക. ന്യൂസെല്ലസിൽ നിന്ന് എംബ്രിയോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ എംബ്രിയോ സാക്ക് എന്ന് പറയുന്ന എംബ്രിയോ നിൽക്കുന്ന ആ ചേംബറിലേക്ക് എങ്ങനെ വരിക? സ്ലോലി ആ ന്യൂസെല്ലസിലെ സെല്ല് മൾട്ടിപ്ലൈ ചെയ്ത് എംബ്രിയോ ആകുമ്പോൾ സ്ലോലി അത് ഉള്ളിലോട്ട് ഇങ്ങനെ ഇൻട്രൂഡ് ചെയ്ത് വരിക ചെയ്യുക, മെല്ലെ എൻട്രി ചെയ്യുക ചെയ്യുക കേട്ടോ. ഓക്കെ, അതൊക്കെയാണ് അതിന്റെ ലോജിക്സ്. ഇനി നമ്മൾ ടൈപ്പിലേക്ക് നോക്കാം. ടൈപ്പ് ഒന്നാമത്തെ ടൈപ്പ് പോളി എംബ്രിയോ ആണ് ക്ലീവേജ് പോളി എംബ്രിയോണി എന്നാണ് പറയാം. ആ വേർഡിൽ അതിന് ആൻസർ ഉണ്ട്. ക്ലീവേജ്, ക്ലീവ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ മുറിക്കുക. ക്ലീവേജ് പോളി എംബ്രിയോണി എന്ന് പറഞ്ഞാല് മനുഷ്യരിലൊക്കെ ഐഡന്റിക്കൽ ജീൻസ് ഉണ്ടാവൂലേ? അതെങ്ങനെ? അങ്ങനെ മനുഷ്യരിൽ എങ്ങനെ ഐഡന്റിക്കൽ ജീൻസ് ഉണ്ടാവുക? അമ്മയുടെ ഓവം സെല്ലും അച്ഛന്റെ സ്പേം സെല്ലും ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാവും അല്ലെ? ആ സൈഗോട്ട് സിംഗിൾസ് അല്ല, അത് കണ്ടിന്യൂസ് ആയി ഡിവൈഡ് ചെയ്തിട്ടാണ് ഒരു മനുഷ്യന്റെ കുഞ്ഞാവുന്നത്. പക്ഷെ സൈഗോട്ടിന്റെ ആദ്യ ഘട്ടങ്ങളിൽ സൈഗോട്ട്
രണ്ട് സെല്ലായി ഡിവൈഡ് ചെയ്തിട്ട് ആ രണ്ട് സെല്ലുകൾ സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ സൈഗോട്ടിനെ പോലെ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഐഡന്റിക്കൽ ട്വിൻസ് കിട്ടുന്നത് അല്ലെ. അതേപോലെ ക്ലീവേജ് പോളി എംബ്രിയോ എന്ന് പറഞ്ഞാൽ എഗ് സെല്ലും എംബ്രിയോസാക്കിന്റെ അകത്തുള്ള എഗ്ഗും പോളങ്കരിന്റെ അകത്തുള്ള മെയിൽ ഗാമീറ്റും സിംഗമിയിൽ ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാവും. ആ സൈഗോട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഒരു എംബ്രിയോ. ആ ഡിവിഷന്റെ പ്രൈമറി സ്റ്റേജിൽ ഈ സൈഗോട്ടിക് സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് സെപ്പറേറ്റ് ഗ്രൂപ്പ് ഓഫ് സെല്ലായി മാറും. എന്നിട്ട് ഓരോ ഗ്രൂപ്പ് ഓഫ് സെല്ലും ഓരോ എംബ്രിയോ ആയി മാറും. ഒരു സൈഗോട്ട് ഡിവൈഡ് ചെയ്തിട്ട് രണ്ടായി മാറും, രണ്ട് സെല്ല് അല്ലെ. അല്ലെങ്കിൽ ഒരു സൈഗോട്ട് 2ഉം 4ഉം ഒക്കെ ആയതിന്റെ ശേഷം ആ 2ഉം 4ഉം ആയ മൾട്ടി സെല്ലുലാർ മാസ് ഓഫ് സൈഗോട്ട് ഉണ്ടല്ലോ, അത് മുറിഞ്ഞിട്ട് രണ്ട് സെപ്പറേറ്റ് സെഗ്മെന്റ് ആയി മാറിയിട്ട് ഓരോ സെഗ്മെന്റ് ഓരോ ഭ്രൂണമായി മാറും. അതാണ് ക്ലീവേജ് പോളി എംബ്രിയോ. അപ്പൊ ക്ലീവേജ് പോളി എംബ്രിയോ എന്ന് പറഞ്ഞാല് ട്രൂ എംബ്രിയോ ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് ഇൻഡിവിജ്വൽ എംബ്രിയോ ആയി മാറുന്നത് എപ്പം എംബ്രിയോണിക് സ്റ്റേജിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ്. അത് നമ്മൾ പറഞ്ഞില്ലേ, എംബ്രിയോ ഉണ്ടാകുമ്പോൾ സൈഗോട്ട്, ബൈസെൽഡ്, ക്വാഡ്രന്റ്, ഒക്ടന്റ്, ആ സ്റ്റേജിലൊക്കെ മുറിഞ്ഞ് 2 മാസമായിട്ട് രണ്ട് ടിഷ്യൂസ് ആയിട്ട് ഓരോ ടിഷ്യൂസും വലുതായിട്ട് ഓരോ ഇൻഡിവിജ്വൽ എംബ്രിയോ ആയി മാറുക ചെയ്യാം. ഓക്കെ, അതിന് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിക്കോട്ടിയാന കണ്ടോ, നിക്കോട്ടിയാന റസ്റ്റിക്ക ഒക്കെ അല്ലേ. ഓക്കെ, അതുപോലെ ഐസോട്ടോമ ലോഞ്ചിഫ്ലോറ, ലൊബീലിയ, എറിത്രോണിയം, ഈ പ്ലാന്റിലൊക്കെ അങ്ങനെയാണ്. ഓക്കെ, അതുപോലെ ഒന്ന്. ഇനി രണ്ടാമത് ഒന്നിലധികം പോളി എംബ്രിയോണിക്, ഒന്നിലധികം എംബ്രിയോ അങ്ങനെ വരുന്നതാ എംബ്രിയോ ഫ്രം സെൽസ് ഓഫ് എംബ്രിയോ സാക് അതർ ദാൻ എഗ്. എങ്ങനെ? എംബ്രിയോ സാക്കിലെ സെല്ലാണ്, എഗ് ഒഴികെയുള്ള എംബ്രിയോ സാക്കിലെ മറ്റു സെല്ലുകൾ. അത് ഏതൊക്കെ ആയിരിക്കും? ഒന്നുകിൽ സിനർജിഡ് സെല്ലാകാം, അല്ലെങ്കിൽ ആന്റിപോഡൽ സെല്ലെന്നാകാം. ആ രണ്ടും ഉണ്ടാവുന്ന എംബ്രിയോ ഹാപ്ലോയിഡ് ആയിരിക്കും. കാരണം ആന്റിപോഡലും സിനർജിനും ഹാപ്ലോയിഡ് സെൽ ആയതുകൊണ്ട് അതിൽ മൈറ്റോസിസ് നടന്നുണ്ടാവുന്ന മൾട്ടി സെല്ലാർ എംബ്രിയോ ഹാപ്ലോയിഡ് ആയിരിക്കും. ഇനി ചിലപ്പോൾ എവിടുന്നും ആകാം, എൻഡോസ്പെർമിൽ നിന്നും ആകാം. അങ്ങനെയാണെങ്കിൽ അത് ട്രിപ്ലോയിഡ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ നോക്കാം. മൂന്നാമത്തെ ടൈപ്പ് അല്ലെ, എംബ്രിയോ അറൈസിങ് ഫ്രം ദ സെൽസ് ഔട്ട്സൈഡ് ദ എംബ്രിയോ സാക്. ചിലത് എംബ്രിയോ സാക്കിന്റെ പുറമേ വരുന്നതാണ്. അതേതാ? അത് ഞാൻ പറഞ്ഞു, ഒന്നുകിൽ ന്യൂസെല്ലസിൽ നിന്നാകാം, അല്ലെങ്കിൽ ഇന്റഗ്യുമെന്റ്സ് നിന്നാകാം. എവിടെ നിന്ന് വന്നാലും അത് ഡിപ്ലോയിഡ് ആയിട്ടുള്ള എംബ്രിയോ ആയിരിക്കും. അതെന്തുകൊണ്ടാ? ന്യൂസെല്ലസിലെ സെല്ലും ഇന്റഗ്യുമെന്റ്സിലെ സെല്ലും എന്താണ്? 2n ആണ്. ഇനി എവിടെ നിന്നും വരാം? എൻഡോസ്പേം അല്ലെ, ന്യൂട്രിറ്റീവ് ടിഷ്യൂ. അത് എംബ്രിയോ സാക്കിന്റെ അകത്ത് തന്നെ നിൽക്കുന്ന സാധനമാണ്. ഓക്കെ, പക്ഷെ അത് 3n ആയിരിക്കും ആ എംബ്രിയോ. ഇതിൽ ഒന്നാമത്തത് നോക്കിയേ, ഇത് താഴെ ഉള്ളത് നോക്കാം. താഴെ ഉള്ളത് എന്താണ്? താഴെയും മേലെയും ഉണ്ട്. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ എംബ്രിയോ സാക്ക് ഉണ്ടായത്, ഇത് എംബ്രിയോ സാക്കാ കണ്ടോ. ഇപ്പൊ എംബ്രിയോ സാക്ക് എടുത്താല് ആന്റിപോഡൽ സെല്ലിൽ നിന്ന് എംബ്രിയോ ഉണ്ടായത് കണ്ടോ. ആന്റിപോഡൽ സെല്ലിൽ നിന്ന് എംബ്രിയോ ഉണ്ടായ മെക്കാനിക്സ് ആണ് ഇവിടെ കൊടുത്തത്. കണ്ടോ, മേലെ കണ്ടോ, ആന്റിപോഡൽ സെല്ലാണ്. ഈ ആന്റിപോഡൽ സെല്ല് മൾട്ടിപ്ലൈ ചെയ്ത് എന്തായി മാറിയതാണ്? എംബ്രിയോ സാക്ക് ആയി മാറിയതാണ്. കണ്ടോ, അതാണ് ഇവിടെ കാണിച്ചത്. മേലെ കണ്ടോ, ആന്റിപോഡൽ സെല്ല് വലുതായതാണ്. ഓക്കെ, അപ്പം സോറി, ഈ മേലത്ത് നമുക്കറിയാം സാധാരണ എന്താണ്, നമുക്കറിയാം സൈഗോട്ട് ആണ്. താഴെയാണ് ആന്റിപോഡൽ സെൽ ഉള്ളത്. ആന്റിപോഡൽ സെല്ല് ഡെവലപ്പ് ചെയ്തതാണ്. ഇത് സൈഗോട്ട് ഉണ്ടായതാണ്, താഴത്തത് ആന്റിപോഡൽ സെൽ ഉണ്ടായതാണ്. ഓക്കെ, അതാണ് അഡീഷണൽ എംബ്രിയോ എന്ന് പേര് കൊടുത്തത്. ഓക്കെ, ഇനി രണ്ടാമത്തതും മൂന്നാമത്തതും നോക്കിയാൽ ബിയും സിയും, അതെന്താണ്? അത് അഡ്വെന്റ്യൂ പോളി എംബ്രിയോൺ എന്നാണ് വിളിക്കുക. എന്താ? എംബ്രിയോ സാക്കിന്റെ പുറമേ ഉള്ള ന്യൂസെല്ലസിൽ നിന്നാണ് എംബ്രിയോ ഉണ്ടായിട്ടുള്ളതെങ്കിൽ അങ്ങനത്തെ എംബ്രിയോണിക്ക് വിളിക്കുന്ന പേരാണ് അഡ്വെന്റ്യൂ പോളി എംബ്രിയോൺ എന്ന് പേരുണ്ട്. ഈ എംബ്രിയോ arises from the nucellar tissue, then such type of embryo development is called adventue polyembryony എന്നാണ് പറയാ. ഓക്കെ, അപ്പൊ അതാണ് ഈ രണ്ടെണ്ണം കാണിച്ചത്, ഒന്നിലധികം. ഓക്കെ, ഇതാണ് അതിന്റെ ഡയഗ്രാമാറ്റിക് ഇമേജ്. അങ്ങനെ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ പഠിക്കേണ്ട കാര്യം എന്താണ് ഈ പോളി എംബ്രിയോണിന്റെ പ്രാക്ടിക്കൽ റെലവൻസ്. നമുക്ക് ഇതുകൊണ്ട് എന്താ ഗുണമുള്ളേ? ഹോർട്ടിക്കൾച്ചർ അല്ലെങ്കിൽ നമുക്ക് സയന്റിഫിക് ഫീൽഡിൽ അല്ലെങ്കിൽ ഫാർമേഴ്സിന്, മനുഷ്യന്മാർക്ക് ഇതുകൊണ്ട് എന്താ ബെനിഫിറ്റ് ഉള്ളത്? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അഡ്വെന്റ്യൂ പോളി എംബ്രിയോൺ അല്ലെ, ന്യൂസെല്ലസിൽ നിന്നുണ്ടാകുന്ന എംബ്രിയോ ആണെങ്കിൽ അത് ധാരാളമായിട്ട് സിഗ്നിഫിക്കൻസ് ഉണ്ട്, പ്രാധാന്യമുണ്ട്. ഓക്കെ അല്ലെ, അതിന്റെ ബെനിഫിറ്റ് എന്താ വെച്ചാൽ മനസ്സിലാക്കുക. ന്യൂസെല്ലസിൽ നിന്നാണ് പോളി എംബ്രിയോണി അല്ലെങ്കിൽ എംബ്രിയോ ഉണ്ടാകുന്നതെങ്കിൽ അങ്ങനെയുള്ള എംബ്രിയോ ഡിപ്ലോയിഡ് ആയിരിക്കും. അതിൽ നിന്നുണ്ടാകുന്ന പ്ലാന്റ് ഏതായിരിക്കും? ഡിപ്ലോയിഡ് ആയിരിക്കും. ഏതുപോലെ സൈഗോട്ടിൽ നിന്ന് നോർമൽ എംബ്രിയോ ഉണ്ടായാൽ അത് ഡിപ്ലോയിഡാ, അതേപോലെ ന്യൂസെല്ലസിൽ നിന്ന് എംബ്രിയോ ഉണ്ടായാൽ അതെന്താ? ഡിപ്ലോയിഡാ. അതുകൊണ്ട് രണ്ട് പ്ലാന്റും ഒരേപോലെ ഡിപ്ലോയിഡ് നേച്ചർ മെയിൻറ്റെയിൻ ചെയ്യും.
പക്ഷേ സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ സൈഗോട്ട് ഉണ്ടായി അതിൽ നിന്നുണ്ടാകുന്ന ഡിപ്ലോയിഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണെങ്കിൽ അവിടെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് കൊണ്ട് രണ്ട് പാരന്റ്, അതായത് പോളൻ ഗ്രെയിനും അതായത് സ്റ്റെയ്മനും കാർപ്പലും ഫ്യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ രണ്ട് പാരന്റിൽ നിന്നുണ്ടാകുന്ന എംബ്രിയോ ആയതുകൊണ്ട് അവിടെ ജനറ്റിക് ഡിഫറൻസ് ഉണ്ടോ. പക്ഷെ അഡ്വന്റീവ് പോളി എംബ്രിയോയിൽ ഫെർട്ടിലൈസേഷൻ നടക്കാതെ ന്യൂസെല്ലസിൽ നിന്ന് എംബ്രിയോ ഉണ്ടാകുന്നത് കൊണ്ട് അത് അപ്പോമിസിസ് ആണ്, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന എല്ലാ സീഡുകളും എന്തായിരിക്കും, പാരന്റിനെ പോലെ സെയിം ആയിരിക്കും. അതുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങളും ഒരേപോലെ ആവും. അല്ല, സാധാരണ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടന്ന് ഒരു മരത്തിൽ 100 വിത്ത് ഉണ്ടായാൽ ആ 100 വിത്തും മുളപ്പിച്ചുണ്ടാകുന്ന ചെടി ഒരേ സ്വഭാവം കാണിക്കണമെന്നില്ല. കാരണം പലതരത്തിലുള്ള പോളൻ ഗ്രെയിനും പലതരത്തിലുള്ള മെയിൽ ഗാമീറ്റും ഫീമെയിൽ ഗാമീറ്റും ഫ്യൂസ് ചെയ്തിട്ടാണ് ഒരു മരത്തിൽ ധാരാളം വിത്തുകൾ ഉണ്ടാവണേ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. എന്നാൽ അസെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ ന്യൂസെല്ലസ് എന്ന് വിത്തുകൾ ഉണ്ടാവുമ്പോൾ അതെല്ലാം ആ മരത്തിന്റെ അതേ സ്വഭാവം കാണിക്കും, എല്ലാ ചെടികളും. അതുകൊണ്ട് അവർക്ക് എന്തുണ്ട്, ജനറ്റിക് സിമിലാരിറ്റി ഉണ്ട്. കണ്ടോ, ഒരു പോയിന്റ് അതാണ്. അതാണ് ഇവിടെ കൊടുത്തത്. അഡ്വന്റീവ് എംബ്രിയോ പ്രൊവൈഡ് യൂണിഫോം സീഡ്ലിംഗ് ഓഫ് പാരന്റൽ ടൈപ്പ്. എല്ലാ വിത്തുകളും ഒരേപോലെ ആയിരിക്കും പാരന്റിനെ പോലെ. രണ്ടാമത്തത് സിട്രസ്, നാരങ്ങയുടെ കേസിലൊക്കെ ന്യൂസെല്ലസിൽ നിന്നുണ്ടായ എംബ്രിയോ, ന്യൂസെല്ലസിൽ നിന്ന് എംബ്രിയോ ഉണ്ടായി ആ എംബ്രിയോ അടങ്ങിയിട്ടുള്ള സീഡ് മുളച്ചാൽ ഉണ്ടാകുന്ന ചെടി, അത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിൽ ആ നാരങ്ങയുടെ കമ്പ് കുഴിച്ചിട്ടുണ്ടാകുന്ന ചെടിയേക്കാൾ റെസിസ്റ്റന്റ് കപ്പാസിറ്റി കൂടുതലാണ്, റൂട്ട് പ്രൊഡക്ഷൻ കപ്പാസിറ്റി എല്ലാം കൂടുതലായി കാണപ്പെടുന്നുണ്ട്. അതുപോലെ അതിന്റെ ഗ്രോത്ത്, വളർച്ചയും കൂടുതലായി കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് രോഗപ്രതിരോധ ശേഷിയും നല്ലതായി കാണപ്പെടുന്നുണ്ട്. അപ്പൊ ഈ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ അഡ്വന്റീവ് പോളി എംബ്രിയോണി അല്ലെങ്കിൽ പോളി എംബ്രിയോണിക്ക് സിഗ്നിഫിക്കൻസ് ഉണ്ട് എന്ന് ഇതിൽ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ.